അതുപോലെ ഗവേഷണ മേഖലയിൽ ഈ ഗവേഷണങ്ങൾ നടക്കുന്നത് യു എന്നാൽ നീയാണ് അർത്ഥം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഗവേഷണം നടത്തി വേഴ്സാകുന്ന സിറ്റിയാണ് യൂണിവേഴ്സിറ്റി എന്ന് പഴയ കാലത്ത് കുഞ്ഞുണ്ണി മാഷയുടെ ഒരു കവിതയുണ്ട്. അത് പ്രസക്തമാണ് എന്ന് ഇന്നും ചില ആളുകളെങ്കിലും കരുതുന്നുണ്ട്. അതായത് വേണ്ടത്ര മൂല്യമില്ലാത്ത ഗവേഷണ പ്രബന്ധങ്ങൾ, കാലിക്കറ്റിന്റെ കാര്യമല്ല, എല്ലാ സർവകലാശാലകളെയും മൊത്തത്തിൽ ഉദ്ദേശിച്ച് പലപ്പോഴും പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ മൂല്യം ഉയർത്താൻ, ഗവേഷണം കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം, സയൻസിൽ പോലും പലതും കണ്ടുപിടിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗവേഷണം വരുന്നു. പക്ഷെ ആപ്ലിക്കേഷൻ ലെവലിൽ അതിന്റെ ഒരു പ്രയോജനം സമൂഹത്തിന് കിട്ടുന്നതായിട്ട് സർവകലാശാലയിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു എന്ന് സാർ തന്നെ പറഞ്ഞു. പക്ഷെ ഈ രൂപയൊക്കെ സമൂഹത്തിന് നെറ്റ് റിസൾട്ടായിട്ട് അന്തിമമായിട്ട് കിട്ടണമെങ്കിൽ ഈ ഗവേഷണ ഫലങ്ങളിലൂടെ വേണം. ഈ തരത്തിൽ രാഷ്ട്രത്തിന് ഗുണം ചെയ്യുന്ന അഥവാ മാനവരാശിക്ക് ഗുണം ചെയ്യുന്ന ഗവേഷണം, അങ്ങനെ ഗവേഷണ മേഖല ഉയർത്താൻ റിസർച്ച് വിഭാഗം ശക്തിപ്പെടുത്തേണ്ടത് വളരെ അനിവാര്യമാണെന്ന് സമൂഹം കരുതുന്നു. അതിനെന്തെങ്കിലും ചെയ്തുകൂടെ? അതിന്റെ മേഖലയിലേക്ക് വേണ്ടി തന്നെ ഒരു ഡയറക്ടറേറ്റ് ഓഫ് റിസർച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ നടക്കുന്ന ഗവേഷണങ്ങളെ എല്ലാത്തിനെയും കൂടെ ഏകോപിപ്പിച്ച് കുറച്ചുകൂടെ ശക്തിപ്പെടുത്തി കൊണ്ടുവരണം എന്നുള്ളതാണ്. അതൊരു ഉദ്ദേശം വെച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ തന്നെ ഐ എം നോട്ട് വെരി ഹാപ്പി അബൌട്ട്. എന്താ ഹാപ്പി അല്ല എന്ന് പറഞ്ഞത്, ഈ ഗവേഷണം മേന്മയുള്ളതാക്കണമെങ്കിൽ ഇന്നത്തെ സംവിധാനം അടിമുടി വാർക്കണം. എന്ന് പറഞ്ഞാൽ ഗവേഷകരായിട്ട് വരുന്നവര് ബ്രെഡ് വിന്നിങ് എന്നുള്ളത് മാത്രമായി വരരുത്, ഫെലോഷിപ്പിന് വേണ്ടി വരരുത്. അവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ട്രൂ സയന്റിസ്റ്റ്, അതിന് പാഷനുള്ള, ഇൻട്രസ്റ്റ് ഉള്ള, റിസർച്ചിൽ താല്പര്യമുള്ള ആൾക്കാരെ ഐഡന്റിഫൈ. അതിന് ആയിരക്കണക്കിന് ആളൊന്നും വേണ്ട, കുറച്ചാൾ മതി. റിസർച്ചിന് പാഷനുള്ള 70 വയസ്സോ 80 വയസ്സോ ഉള്ള ആളായാലും കുഴപ്പമൊന്നുമില്ല, കൊച്ചു പയ്യനായാലും കുഴപ്പമൊന്നുമില്ല. അതിന് പാഷൻ എന്ന വേർഡ് തന്നെ ഉപയോഗിക്കുന്നു. ഉള്ളവരെ തന്നെ അവിടെ വയ്ക്കണം. മറിച്ച് എനിക്കും വേണം PhD, എനിക്കും ജോലി കിട്ടാൻ മതി ഒരു PhD എന്ന് അസൈൻമെന്റ് എഴുതി PhD ഉണ്ടാക്കുന്ന പ്രവണത ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ഇവിടെ വന്നത്. ഒരു 100 തീസ് എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു വലിയ നമ്പർ ഈ പറഞ്ഞതിൽ പെട്ടതായിരിക്കും. അതുകൊണ്ട് ഒരു അടിമുടി മാറ്റം വരണം. ഒന്ന്, എനിക്ക് തോന്നിയിട്ടുള്ളത് റിസർച്ചർക്ക് മാക്സിമം സാലറി കൊടുക്കണം. ഒരുപാട് റിസർച്ചറെ വെക്കരുത്. 100 റിസർച്ചറെ വെക്കുന്നതിന് പകരം 10 പൊട്ടൻഷ്യൽ റിസർച്ചർ ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. ഈ 100 പേർക്ക് കൊടുക്കുന്ന സാലറിയിൽ ഒരു 50 പേരെ സാലറി ഇവന് കൊടുത്താലും, അതായത് ഒരുത്തന് 1 ലക്ഷം കൊടുക്കുന്നതിന് പകരം 3-4 ലക്ഷം കൊടുക്കണം. പ്രൊഡക്ടിവിറ്റി ഇല്ലെങ്കിൽ അവനെ ടെർമിനേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ്. 3 കൊല്ലത്തേക്ക് ഒരു ടേം കൊടുക്കും. അത് നല്ല പാക്കേജ് ആയിരിക്കും, നല്ല പെർക്കായിരിക്കും, നല്ല ഫെസിലിറ്റി ആയിരിക്കും. എവിടെ വേണോ പോവാം, എന്ത് വേണോ ചെയ്യാം, അൺറെസ്ട്രിക്റ്റഡ് ഫ്രീഡം. അങ്ങനെയുള്ള കുത്തിയിരുന്ന് 24 മണിക്കൂറും ലാബിൽ ഇരുന്നിട്ട് ഗവേഷണം ചെയ്ത് റിസൾട്ട് കൊണ്ടുവരും. മറ്റുള്ളവൻ അതല്ല, 10 to 5 അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് ശമ്പളം വാങ്ങിക്കും. അങ്ങനെയുള്ള റിസർച്ചേഴ്സിന്റെ നമ്പർ കൂടുന്നത് ഇതൊരു ജനറൽ പ്രോബ്ലം എനിക്ക് തോന്നിയത് പറയാണ്. അത് നമ്മുടെ ഈ സിസ്റ്റത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ഗവേഷണ ജോലി ആയി മാറുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ക്വാളിറ്റി ഇല്ലാത്ത പ്രബന്ധങ്ങളും തീസുകളും വന്ന് ഒരു പ്രളയം ഉണ്ടാവും. അതിൽ നിന്നൊന്നും കാണത്തില്ല, പേപ്പറിന്റെ വാല്യൂ പോലും കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ മൊത്തത്തിലൊരു മാറ്റം അവിടെ വരേണ്ടത്, ഐഡന്റിഫൈ ദ ബെസ്റ്റ് ടാലന്റഡ് റിസർച്ചർ, ഗിവ് ഹിം ദ ബെസ്റ്റ് സാലറി, ഗിവ് ഹിം ദ ടാസ്ക്, ആസ്ക് ഹിം ടു ഡെലിവർ റിസൾട്ട് വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം. അങ്ങനെ ചെയ്താൽ യു വിൽ ഗെറ്റ് സംതിങ്. അതർവൈസ് യു വിൽ കണ്ടിന്യൂ ലൈഫ്. ഈ സാലറി ഉയർത്തി മികവ് ഉയർത്തുക എന്നൊക്കെ പറയുമ്പോൾ സമൂഹത്തിൽ പലരും കരുതുന്ന ഒരു വൈരുദ്ധ്യമുണ്ട്. അതായത് അധ്യാപകരുടെ നിലവാരം ഉയർത്താൻ വേണ്ടി സാലറിയിൽ കാര്യമായ മാറ്റങ്ങളൊക്കെ വരുത്തി. ഇപ്പോൾ കാലിക്കറ്റ് പോലുള്ള സർവകലാശാലകളിൽ പ്രൈവറ്റ് വിദ്യാർത്ഥികളുടെ പേപ്പർ നോക്കാൻ അധ്യാപകരില്ല. ഈ പ്രൈവറ്റ് വിദ്യാർത്ഥികളുടെ ഫലം അതുകൊണ്ട് വൈകാനിടയാകുന്നു. എന്തായാലും റെഗുലർ പഠിക്കുന്നതിനേക്കാൾ ഒട്ടും മോശമല്ലാത്ത, ഒരുപക്ഷെ അതിൽ കൂടുതലുള്ള എണ്ണം പ്രൈവറ്റ് വിദ്യാർത്ഥികളുണ്ട്. ഇവരുടെ ഈ പേപ്പർ സമയത്തിന് നോക്കി കൊടുക്കാനും റിസൾട്ട് സമയത്തിന് കിട്ടാനും ഒക്കെ സാധിക്കേണ്ട, അതിനെന്തെങ്കിലും ചെയ്യേണ്ടതല്ലേ അടിയന്തരമായി? തീർച്ചയായിട്ടും. അതായത് പണ്ടൊക്കെ പേപ്പർ നോക്കാൻ 5 രൂപ 2 രൂപ കൊടുത്താൽ 100 കണക്കിന് സാറന്മാരുണ്ടായിരുന്നു. ഇന്ന് 25 രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടും സാറന്മാരില്ല. എന്താണെന്നറിയോ? ബിഗ് പാക്ക്, UGC പാക്കറ്റ് വലുതാണ്. ഇവിടെയാണ് സാർ നേരത്തെ പറഞ്ഞ സാമ്പത്തികമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നാലുള്ള. അല്ല, ഞാൻ പറഞ്ഞത്, ഞാൻ സാമ്പത്തിക ഉയർത്തിന്റെ കൂടെ 1-2 കാര്യം അഡീഷണൽ പറഞ്ഞു. എന്താണ് അഡീഷണൽ?
മേക്ക് ഹിം റെസ്പോൺസിബിൾ, ഡെലിവർ റിസൾട്ട്. അതില്ലാതെ ശമ്പളം മാത്രം കൊടുക്കുകയില്ല. യു ഗിവ് ഹിം ടൈം, 3 years, എ പ്രോജക്റ്റ്, വർക്ക് ഓൺ ദാറ്റ്, ബ്രിങ് റിസൾട്ട്. ഇവന് 1 ലക്ഷം കൊടുക്കുന്നവന് 5 ലക്ഷം കൊടുത്തു എന്ന് വിചാരിച്ചോ, അവൻ 24 മണിക്കൂറും പണി ചെയ്യും. അവനറിയാം റിസൾട്ട് വന്നേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവൻ്റെ ഈ വലിയ സാലറി എല്ലാം പോയി 3 കൊല്ലം കഴിഞ്ഞാൽ അവൻ അവിടെ ഇല്ല. അതല്ല, ഞാൻ ഇതിൽ കയറിപ്പോയി കഴിഞ്ഞാൽ ജീവിതം ചാവണ വരെ ഇത് തന്നെ ഇരിക്കുമെന്നൊരു തോന്നല്. അപ്പോൾ എന്ത് പറ്റും? ഉത്തരവാദിത്വമില്ല. നമ്മൾ ഈ റിസർച്ചിൽ എപ്പോഴും സെൽഫ് ഡ്രിവൺ ആയിരിക്കണം, സ്വയം തോന്നണം. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല, അവ ഓടിപ്പോവും, ലാബിൽ പോവും. സെറ്റ് ചെയ്ത എക്സ്പെരിമെന്റ് റിസൾട്ട് എന്താന്ന് നോക്കാൻ അവൻ അർദ്ധരാത്രി ഇറങ്ങി ഓടും. നമ്മൾ ഓടും, നമ്മൾ 11 മണിക്ക് വരും, 3 മണിക്ക് പോകും. നമ്മുടെ ക്യാമ്പസിലൊക്കെയുള്ള ചില ഡിപ്പാർട്ട്മെന്റുകളിൽ വളരെ നല്ല റിസർച്ച് ഉള്ളവരുണ്ട്, വളരെ മോശമായിട്ടുള്ളവരുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പേപ്പർ വാല്യുവേഷൻ ഞാൻ പറഞ്ഞത്, പേപ്പർ വാല്യുവേഷൻ ആളിനെ കിട്ടാനില്ല. എന്നുവെച്ചാൽ റിസൾട്ട് കൊടുക്കണ്ടേ. യൂണിവേഴ്സിറ്റി ഒരുപാട് ആലോചിച്ചു. അപ്പോൾ ഒരു കാര്യം ചെയ്തത് റെമ്യൂണറേഷൻ കിട്ടുക. എന്നിട്ടും ആളിനെ കിട്ടിയില്ലെങ്കിൽ നമ്മളെന്ത് ചോദിച്ചു, ക്വാളിഫൈഡ് ആയിട്ടുള്ള, നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള PG PhD ഒക്കെ ക്വാളിഫിക്കേഷനുള്ള +2 അധ്യാപകരെയോ റിട്ടയർഡ് അധ്യാപകരെയോ ക്വാളിറ്റി ഉള്ള അധ്യാപകരെ എടുത്തിട്ട് അവർക്ക് ഈ 30 രൂപ വീതം കൊടുക്കുക. 30 വലിയ എമൗണ്ട് ഓഫർ ചെയ്തേക്കുന്നത് കൊടുത്ത് ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് ബലം കാണുമെന്ന് തോന്നുന്നു. ഞാൻ പലരോടും ചോദിച്ചു, പലരും പറഞ്ഞു അത് ചെയ്യാം. റിട്ടയർഡ് അധ്യാപകർ ചെയ്യാൻ തയ്യാറാണ്. നെറ്റ് ക്വാളിഫൈഡ് ആയിട്ട് ജോലിയില്ലാത്ത കുട്ടികളുണ്ട്, +2 അധ്യാപകരുണ്ട്, ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരുണ്ട്. നമ്മൾ ആൻസർ കീ കൊടുക്കുന്നുണ്ട്, ഇതും കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പേപ്പറും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാം. ലെറ്റ് ദം വെരിഫൈ. അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് വിദ്യാർത്ഥികളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സേവനമായിരിക്കും. നമ്മൾ എപ്പോഴും യൂണിവേഴ്സിറ്റി ആലോചിക്കേണ്ടത് എന്തുമാത്രം നീതി ഒരു കുട്ടിക്ക് കൊടുക്കാം. ഹീ ഷുഡ് ഗോ കംഫർട്ടബിളി. അവന് തോന്നണം എനിക്ക് കിട്ടിയതാണ്, ആരും തന്ന മാർക്കല്ല. ഒന്ന്. രണ്ടാമത് എൻ്റെ മാർക്ക് ആരും പിടിച്ചു വെച്ചിട്ടില്ല. എത്രയോ കംപ്ലൈൻറ്റ് അവിടെ വരുന്നത്. റീവാലുവേഷൻ, എനിക്ക് 60 കിട്ടണം സാറേ, എനിക്ക് 20 കിട്ടിയുള്ളൂ. അത് കുട്ടികളുടെ കുട്ടിത്തരം കൊണ്ട് തന്നെ തീർച്ചയായിട്ടും സർവകലാശാലയെ കുറിച്ചുള്ള ഏറ്റവും വലിയ, കേരളത്തിലെ എന്നല്ല ലോകത്ത് തന്നെ സർവകലാശാലകളെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതിയായിട്ട് ചില വിദ്യാർത്ഥികൾ പറയാം, എനിക്ക് അർഹതപ്പെട്ട മാർക്ക് കിട്ടിയില്ല, ആഗ്രഹിച്ച മാർക്ക് കിട്ടിയില്ല എന്നായിരിക്കും വേണം നമുക്ക് പറയാവുന്നത്. അത് പലപ്പോഴും അവഗണിക്കേണ്ടതാണ്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി യൂണിവേഴ്സിറ്റി കീഴിൽ വളരെ കൊട്ടിഘോഷിച്ച് തുടങ്ങിയ ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. ഇതിനെ ഒരു മാതൃകാ സ്ഥാപനമാക്കിയൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കില്ലേ? അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. കാരണം ഞാൻ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു 13 മാസത്തിന് മുമ്പ് അവിടെ ഇതുപോലെ ഒരു രാഷ്ട്രീയത്തിൻ്റെ അടിപിടിയും ബഹളവും ഉള്ളൊരു ക്യാമ്പസായിരുന്നു. സാറന്മാർക്ക് ശമ്പളം കുറവ്, 10,000 രൂപ, 12,000 രൂപ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ആയിരുന്നു. അപ്പം നോക്കിയപ്പോഴത്തേക്ക് 4 കോടി രൂപയുടെ വരുമാനമുണ്ട്, 3 കോടിയോളം ചിലവാക്കുന്നുണ്ടായിരുന്നു. വി ടുക്ക് എ ഡിസിഷൻ. 4 കോടി വരുമാനം ഉണ്ടെങ്കിൽ 4 കോടിയും ചിലവാക്കാം, മൈനസ് വേണ്ട. 4 കോടി മൊത്തം ചിലവാക്കാം. എന്നിട്ട് സാറന്മാരെ ശമ്പളം കൂട്ടാം, ഫെസിലിറ്റി കൂട്ടാം, കുറച്ചുകൂടി ഡിസിപ്ലിൻ കൊണ്ടുവരാം. നമ്മളിപ്പോൾ തുടങ്ങി, ഈ റിസൾട്ട് കണ്ടു തുടങ്ങി, മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. കുറച്ച് ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്യുക, ചിലപ്പോൾ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുക, സാറന്മാരെ കൺട്രോൾ ചെയ്യുക, വർക്ക് ചെയ്യണമെന്ന് എൻഫോഴ്സ് ചെയ്യുക. മാറ്റങ്ങളുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ രക്ഷിതാക്കളുടെയും നന്നായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെയും എല്ലാ കരയിപ്പിക്കുന്ന രീതിയിൽ ചുരുക്കം ചില വിദ്യാർത്ഥികൾ തനി രാഷ്ട്രീയ ചാബല്യങ്ങൾക്കിരയായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു കൾച്ചർ പല കോളേജുകളിലും ഉള്ളതുപോലെ അവിടെയും ബാധിച്ചിട്ടുണ്ട്. ഇത് വളരെ ഷോർട്ട് പീരീഡിൽ മാറ്റിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഞാൻ വളരെ ഷോർട്ട് പീരീഡില്ല, വളരെ ഫാസ്റ്റ് ആവുന്നില്ല. ഇവിടെ ഞാൻ സ്ലോ ആയിട്ട്, എന്നാലും നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്താലേ ഒരു എക്സ്പെരിമെന്റ് ട്രൈ ചെയ്ത് നോക്കാം, കുട്ടികൾ മാറുമെന്ന് നോക്കാം, ഡിസിപ്ലിൻഡ് ആവുമെന്ന് നോക്കാം, അവർക്ക് കുറച്ച് പഠിക്കാനുള്ള സമയവും ഓപ്പർച്യൂണിറ്റിയും കൊടുക്കാം, കുറെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കൊടുക്കാം, ഓൺലൈൻ ജോബ് പോലെയുള്ള ട്രെയിനിങ് കൊടുക്കാം. അത് ഇവന് ഈ വേണ്ടാത്ത ചെയ്യാനുള്ള സമയം കൊടുക്കാതിരിക്കാം. ഇങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ മോട്ടിവേഷൻ ക്ലാസ് പോലുള്ളതൊക്കെ മാറാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതുപോലെ ലക്ഷദ്വീപിന്റെ ചുമതല കൂടെ കാലിക്കറ്റിനുണ്ട്. ഈ ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങേയറ്റത്തെ പരിഗണന അർഹിക്കുന്ന ഒരു വിഭാഗമാണ്. കാരണം ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒറ്റപ്പെടൽ, പരമ്പരാഗതമായിട്ട് തന്നെ വിദ്യാഭ്യാസത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, വീട് വിട്ടു നിൽക്കേണ്ട കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ, ഇങ്ങനെയൊക്കെ കൊണ്ട് വളരെ വളരെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഒരു വിഭാഗമാണ്. അവർക്ക് വേണ്ടി എന്തൊക്കെയാണ് താങ്കളുടെ ഒരു പരിപാടി? ലക്ഷദ്വീപ് ഞാൻ വന്നോണ്ടേ അവിടെ വിസിറ്റ് ചെയ്തു, അവിടുത്തെ പ്രോബ്ലം മനസ്സിലാക്കി. അവിടെ ചെന്നാലേ ലക്ഷദ്വീപിനെ പറ്റി നമുക്ക് മനസ്സിലാവത്തുള്ളൂ. മുമ്പിലോട്ട് നോക്കിയ കടല്, അവർക്ക് ഭയങ്കര വിഷമമാണ്. ആ കടലാണ്, കടൽ കിടന്ന് ഇവിടെ വരാൻ മേല, ഇവിടെ വന്നാൽ അങ്ങ് പോകാൻ മേല.
ഡെവലപ്മെൻറ്റ്സ് വളരെ വീക്കാണ്. ഇവിടുന്ന് കൊണ്ടുപോകുന്ന സാധനമേ ഉള്ളൂ, നാളികേരവും ഫിഷേ ഉള്ളവരയിൽ. വിദ്യാഭ്യാസത്തിന് വേണ്ടി ദ്വീപുകളിൽ 3 കോളേജ് തുടങ്ങാനുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തു. 3 കോളേജുകൾ, 3 കോളേജ്, 3 ദ്വീപിൽ 3 കോളേജ് തുടങ്ങാൻ. പക്ഷെ അവിടുന്ന് ഫണ്ടൊക്കെ അവിടുന്ന് വരണ്ടേ, അതുകൊണ്ട് അതങ്ങനെ കിടക്കുന്നു. 2, ലക്ഷദ്വീപ് കുട്ടികൾക്ക് വേണ്ടി മാത്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു 15-20 ഏക്കർ സ്ഥലത്ത് ഒരു ഹയർ എഡ്യൂക്കേഷൻ കോംപ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടി വളരെ അധികം ചർച്ചകളൊക്കെ ചെയ്ത് 180ഓളം കോടി രൂപയുടെ ഒരു വലിയ പ്രോജക്റ്റ്. അതിൽ ഹെലിപ്പാഡ് വരെ അതിനകത്ത് വിഭാവനം ചെയ്തിട്ടുണ്ട്. അവർക്ക് ഹെലിപ്പാഡിൽ ഇവിടെ ഇറങ്ങണം, സർവകലാശാല ക്യാമ്പസിൽ ഭീമമായ ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്ത് ഇവിടെ താമസിക്കണം, ഇവിടെ പഠിക്കണം, ഇവിടെ നിന്ന് പലയിടത്തും പോകണം, ഹോസ്പിറ്റലിൽ പോകണം, അവരുടെ ടോട്ടൽ ഡെവലപ്മെന്റ് ത്രൂ എഡ്യൂക്കേഷൻ ഉദ്ദേശിച്ച ഒരു പ്രോജക്റ്റ് കൊടുത്തു. അത് വെളിച്ചം കണ്ടില്ല. അത് ഡ്യൂ ടു റീസൺസ് ബിയോണ്ട് മൈ കൺട്രോൾ ഐ കനോട്ട് ഡു എനിത്തിങ്. പക്ഷേ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനും സെൻട്രൽ ഗവൺമെൻറ്റും കൂടി അതിനൊന്ന് സഹകരിക്കുകയാണെങ്കിൽ അവർക്ക് ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള കാപ്പബിലിറ്റിയും താല്പര്യവും ഒക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് എന്ന് അറിയിക്കാൻ കൂടി ഞാൻ ഈ അവസരം. തീർച്ചയായിട്ടും അത് അത്തരത്തിലുള്ളൊരു സമീപനം ഉണ്ടായത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സമീപനം മറ്റ് ഏജൻസികളിൽ നിന്നുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. പുതിയ കോഴ്സുകൾ സർവകലാശാല കാലിക്കറ്റ് എന്ന് പറയുന്നത് വളരെ വിപുലമാർന്ന വിഷയങ്ങളാണ്. ഫോക്ലോർ പോലുള്ളത്, വനിതാ പഠനം പോലുള്ളത്, അതിൻ്റെ ഇടയ്ക്ക് ഒപ്റ്റോ ഇലക്ട്രോണിക്സ് പോലുള്ളത്, എല്ലാത്തിൻ്റെയും ഡ്രാമ, ഇതൊക്കെ കൂടാതെ ഇനി അങ്ങോട്ടൊരു കോഴ്സ് തുടങ്ങാനില്ല എന്നാണ് പലപ്പോഴും തോന്നുക. പക്ഷെ മറ്റൊരു വൈരുദ്ധ്യമുള്ളത്, നമ്മുടെ സർവകലാശാലയ്ക്ക് കീഴിലുള്ള വളരെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ, മൾട്ടിമീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾ പലരും വെബ്സൈറ്റിൻ്റെ ശരിയായ വിധത്തിലുള്ള ഉപയോഗം അല്ലാത്തത് കൊണ്ട് ഈ ആധുനിക കോഴ്സുകളെ കുറിച്ച് പലപ്പോഴും അറിയാറില്ല. അത് നിർഭാഗ്യകരമായ മറ്റൊരു കാര്യം. ഏതായാലും അങ്ങയുടെ സങ്കല്പത്തിൽ ഇനിയും തുടങ്ങാവുന്ന കോഴ്സുകളുണ്ടോ? അങ്ങയുടേതായ കോൺട്രിബ്യൂഷൻ എന്ന നിലയിൽ എന്തൊക്കെ കോഴ്സുകളാണ് അങ്ങ് കൊണ്ടുവരിക? ഞാനിവിടെ വന്നതിന് ശേഷം ഇതിനു വേണ്ടി തന്നെ ഇവിടുത്തെ ബുദ്ധിജീവികളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിൻ്റെ ഒക്കെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ഒരു അനാലിസിസ് നടത്തി. ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ്സ് നമുക്കുണ്ട്, ഏതെല്ലാം പുതിയ കോഴ്സുകൾ അടുത്ത 3 കൊല്ലം കൊണ്ടോ 5 കൊല്ലം കൊണ്ടോ വരണം എന്ന് പല തലങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഞങ്ങൾ 18 പ്രോഗ്രാംസ് 18 ഡിപ്പാർട്ട്മെൻറ്റ്സ് 3, 4, 5 കൊല്ലം കൊണ്ട് നടപ്പാക്കണമെന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമെട്രിക്സ്. ഈ കാലത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ളതാണ് ഇക്കണോമെട്രിക്സ്. പിന്നെ ഈ ട്രൈബൽ സ്റ്റഡീസ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ICT, ഇൻഫർമേഷൻ നമുക്കില്ല, നമ്മളവിടെ ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ദെൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങാൻ. പിന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ്, ഈ കൈകാലൊക്കെ കുഴപ്പമുള്ള ശാരീരികമായി വൈകല്യമുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇസ്ലാമിക് ഇക്കണോമിക്സ് എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്, അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ലോയ്ക്കൊരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല. യെസ്. പിന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് അതിന് വേണ്ടി നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഇല്ല. പിന്നെ ഉറുദുവിനൊരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല നമുക്ക്. പിന്നെ ഫാഷൻ ടെക്നോളജിക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല, കോളേജിൽ ഡിപ്പാർട്ട്മെന്റ് ഇല്ല. പിന്നെ ഈ ഗൾഫിലൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, പക്ഷെ ഇൻഡോ ഗൾഫ് സ്റ്റഡീസിന് ഡിപ്പാർട്ട്മെന്റ് ഇല്ല. ഇങ്ങനെ ഏതാണ്ട് ഒരു 18 ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഓരോന്ന് അല്ലെങ്കിൽ 1, 2, 3 വീതം ഓരോ കൊല്ലം തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും. അവർ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വിത്ത് പാകുന്നതിനുള്ള പ്രവൃത്തിയെല്ലാം അവർ തുടങ്ങും. അടുത്ത മാസം മുതൽ 4-5 ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യം തുടങ്ങും. അടുത്ത മാസം തന്നെ അതിൻ്റെ വിസിറ്റിംഗ് പ്രോസസ്സിന് വയ്ക്കും. അത് എനിക്ക് തോന്നുന്നു ഒരു 3-4 കൊല്ലം കൊണ്ടൊക്കെ ഇത് വരും, നീഡ് ബേസ്ഡ് ആയിട്ട് വരും. ഏതായാലും കാലിക്കറ്റ് സർവകലാശാലയുടെ വൈപുല്യമാർന്ന ഇത്തരത്തിലുള്ള പ്രവർത്തന മേഖല താരതമ്യേന അതിൻ്റെ സ്വന്തം വിദ്യാർത്ഥികൾക്ക് പോലും അജ്ഞാതമായിരുന്നു എന്ന് തന്നെ പറയാം. മാത്രമല്ല ഇനി എന്തൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെയൊക്കെ പ്രയോജനങ്ങൾ കിട്ടും എന്നൊക്കെ മുൻകൂട്ടി രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ എല്ലാവർക്കും അറിയാൻ താങ്കളുമായിട്ടുള്ള ഈ സുദീർഘമായ അഭിമുഖം കൊണ്ട് സാധിതമായി. താങ്കളുടെ വിലയേറിയ സമയം ദൂരദർശന് വേണ്ടി ചെലവഴിച്ചതിൽ, അഥവാ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വളരെ ഉൾക്കാഴ്ചയുണ്ടാകുന്ന തരത്തിലുള്ള വിവരങ്ങൾ നൽകിയതിൽ
അങ്ങേക്കുള്ള നന്ദി അറിയിക്കുന്നു, കടപ്പാട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.